ആഹാ അടുത്ത വെറൈറ്റി ഉടുപ്പ്. അതെ, എന്തൊക്കെ വെറൈറ്റി ഉടുപ്പുകളാ അല്ലേ? ഇത് എവിടെന്നാ ഈ ഉടുപ്പ്? ഇത് ചാവടിമുക്കിലെ തങ്കമണി അമ്മ മേടിച്ചു തന്നതാ. ചാവടിമുക്കിലെ തങ്കമണി അമ്മ. തങ്കമണി അമ്മുമ്മയോ? അമ്മ. കൊള്ളാട്ട്, നന്നായിട്ടുണ്ട് തങ്കമണി അമ്മുമ്മേ, നന്നായിട്ടുണ്ട് കേട്ടോ ഡ്രസ്. ഇന്നിപ്പോ ഏത് പാട്ടാണ്? അല്ലിയാമ്പൽപ്പൂവേ ചൊല്ലു ചൊല്ലു പൂവേ. എന്തായാലും പൂവിന്റെ പാട്ടാണേ. അതെ, ബ്യൂട്ടിഫുൾ സോങ്. ഇഷ്ടമാണോ ഈ പാട്ട് ഒത്തിരി? കേട്ടിട്ടില്ല, ഇപ്പഴാ കേൾക്കുന്നത്. എത്ര ദിവസമായി? കുറച്ച് ആണല്ലേ. ഇഷ്ടപ്പെട്ട് കേട്ടോ അതോ കഷ്ടപ്പെട്ട് കേട്ടോ? ഇഷ്ടപ്പെട്ട്. എന്നിട്ട് കേട്ടിട്ട് ഇഷ്ടായോ? ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ്. പാടിക്കോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡിയല്ലേ? ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ശിവഗാമി കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പൂവേ
സൂപ്പർ കലക്കി ഏയ്, കലക്കി. അടിപൊളി. മീനുകൂടാ എന്തോ കുറച്ച് നാളായിട്ട് എന്റെ മനസ്സിലുള്ള കാര്യമാണ്. ഉം. അപ്പൊ ഞാൻ ഇങ്ങനെ വരും, അത് പറയാൻ വരും, പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ പിടിച്ചു വയ്ക്കും അത് വേണോ എന്നുള്ളത്. കഴിഞ്ഞ ഒരു പെർഫോമൻസ് നമ്മുടെ ശിവകാംസിന് വന്നപ്പോഴത്തേക്കും ഞാൻ ഏകദേശം അത് പറയാൻ പോയതാ. ഉം. പിന്നെയും ഞാൻ അവിടെ പിടിച്ചു നിർത്തി. Yeah. പക്ഷെ ഇന്ന് ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഉം. ഷീ ഈസ് ദ ലിറ്റിൽ ജീനിയസ്. Yes. Cheers. താങ്ക് യു Cheers. അത് ഒരു സംശയമില്ല കേട്ടോ. താങ്ക് യു. എന്ന് പറഞ്ഞാൽ മെഷീൻ പ്രിസിഷനിലാണ് സംഗതികളൊക്കെ പാടുന്നത്. അതെ അതെ അതെ. ഈ പാട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ. എപ്പോഴും കവികള് രണ്ട് കാര്യങ്ങളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അവര് തമ്മിൽ പ്രണയമാണെന്ന് പറയും. ആ. ആമ്പലും ചന്ദ്രനും, താമരയും സൂര്യനും. ഉം. അത് കേട്ടിട്ടുണ്ടോ? ആ പാട്ടിന്റെ വരിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ അതാണ്. ആ. എല്ലാ കാലത്തും കവികള് ആ. അങ്ങനെ ഇവര് തമ്മിൽ പ്രണയമാണ് എന്ന് പറയും. ഇപ്പൊ രാത്രിയിൽ ആമ്പലും പകലിൽ താമരയും ആ രീതിയിലാണ്. ഇതില് അല്ലിയാമ്പൽ പൂവേ എന്ന് പറയുമ്പോഴത്തേക്കും ആ അല്ലിയാമ്പൽ പൂവേ എന്ന് തുടങ്ങിയപ്പോ തന്നെ പാട്ടിന്റെ ആ ഹൃദയത്തിൽ കയറി ഒരൊറ്റ ടച്ചാണ് നമ്മുടെ കുഞ്ഞ്. താങ്ക് യു. ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു. ചക്കര 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 കുട്ടിയാണ്, ചക്കി കുട്ടിയാണ്. അല്ലിയാമ്പൽ പൂവേ ചൊല്ല് ചൊല്ല് പൂവേ, വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ, നിന്നെ ഇഷ്ടമാണോ, നിനക്കിഷ്ടമാണോ, നിന്നെ ഇഷ്ടമാണോ, നിനക്കിഷ്ടമാണോ, പൂനിലാവു നീതോ. ഈ തളിയൂർ ഗ്രാമത്തിൽ ഇല്ലേ, അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള സംഗതിയില്ലേ, അതൊന്ന് പാടി കേൾപ്പിക്കാം ഒന്നുകൂടെ. തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ. ശോ. നേരത്തെ പാടിയപ്പോഴത്തേക്കും ഒരു മൈക്രോ ഒരു ശ്രുതി ചേരാത്ത പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതങ്ങനെ ആ മെഷീൻ പ്രിസിഷനിൽ ആ സംഗതി വന്നപ്പോ അത് ഉഗ്രനായിട്ടോ. തളിയൂർ ഗ്രാമത്തിൽ പണ്ട് താരമ്പൻ പോലൊരു പയ്യൻ ഇഷ്ടം കൂടാൻ വന്നിട്ടുണ്ടോ. പിന്നെ രണ്ടാമത്തെ ചരണത്തില് വേറൊരു കറക്ക് സംഗതി ഉണ്ടല്ലോ. അതെ, പൂക്കൾ വേണം. ചിത്രചേച്ചിയുടെ തെളിനീരിൽ കുളിച്ചു തോർത്തി താളം തുള്ളണ പൂങ്കാറ്റി മാല കെട്ടാൻ പൂക്കൾ വേണം. തെളിനീരിൽ കുളിച്ചു തോർത്തി താളം തുള്ളണ പൂങ്കാറ്റി മാല കെട്ടാൻ പൂക്കൾ വേണം. അതൊക്കെ എഫേർട്ട്ലെസ് സീസണിലാണ് പാടുന്നത്. ആഹാ, നമ്മുടെ കുട്ടിയുടെ അടുത്ത് ഏത് പാട്ട് കൊടുത്താലും ഇങ്ങനെ തന്നെ. അങ്ങൾ ഒത്തിരി ഇഷ്ടായി. പിന്നെ ഹരി ആ ഒരു ബിറ്റ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൽ കുറെ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് പ്രത്യേകിച്ച് നിർത്തുമ്പോഴുള്ള ഗ്ലൈഡ് അതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വെരി നൈസ്. നമ്മുടെ ലിറ്റിൽ ജീനിയസ് ഇത്രയും നന്നായിട്ട് പാടണമെങ്കിൽ അതിൽ ഓഫ്കോഴ്സ് ആ ജീനിയസിന്റെ ജീനിയസ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ജീനിയസിനെ ജീനിയസ് ആക്കുന്ന രണ്ടാൾക്കാരുണ്ട്. അവരെ വിളിക്കാം. Yes. നമ്മുടെ പ്രിയപ്പെട്ട വൈശാഖും സനുപുമാണ്. പ്ലീസ്. നമ്മുടെ ഈ ടോപ്പ് സിംഗറിന്റെ ഒരു ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഗ്രൂമേഴ്സിനാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് വൈശാഖും സനൂപാണ്. രണ്ട് പേരും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ടോപ്പ് സിംഗറിന് വേണ്ടിയിട്ട്. അവരുടെ സമയം മൊത്തം എപ്പോഴും അവർ ഒരുപക്ഷെ ഫാമിലി പോണേക്കാളും കൂടുതൽ ഇവിടെ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സെറ്റും ഈ ഒരു ആംബിയൻസും എങ്ങനെയാണ് അതിലേക്ക് ലയിക്കുന്നത് ഈ രീതിയിൽ? അല്ല, നമുക്ക് അറിയാവുന്നത്, നമ്മൾ പാടി വന്നിട്ടുള്ളതും പണ്ട് നമ്മൾ എന്താ പറയുക, പാട്ട് പഠിക്കുന്ന ടൈമിലൊന്നും നമ്മൾ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടൈമിലാണ് പല പാട്ടുകളും ഇതിങ്ങനെയാണ്, ഇതാണ് നോട്ടുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതെ. അപ്പൊ അത് ഒരു ജേണി അങ്ങനെ ആ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെ വന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, നമ്മൾ അതിന്റെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്നതാണ് ഇതിന്റെ ആ ഒരു, നമ്മൾ പറയില്ല, ഒരു എസെൻസ് എന്ന് പറയില്ല, നമ്മൾ ഓരോ പാട്ടിനും ഓരോ എസെൻസ് ഉണ്ടാവും. അത് മാക്സിമം അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും. ഇപ്പം ശിവകാമിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശിവകാമി ഓൾറെഡി പഠിച്ചിട്ട് വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയാ അധികം പണിയെടുക്കേണ്ടി വരില്ല. കാരണം ആദ്യമേ അവൾ പഠിച്ചു വരുന്ന ടൈമില് അവളത് എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാ നോട്ട്സും ക്ലീൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് ചെറിയ ചെറിയ എന്താ പറയാ കുറച്ച് വർക്കുകൾ മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. മിനുക്കുപണികൾ മാത്രം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഇപ്പൊ കഴിഞ്ഞ അവള് പാടിയിട്ടുള്ള ഹർഷബാഷ്പം പാടി വന്ന ടൈമിൽ
അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ആ ഒരു എസൻസ് കിട്ടണം, ആ ഒരു ഫ്ലേവർ വന്നില്ല എന്നുള്ളത് തോന്നിയ ടൈമിൽ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് മോളെ ആ ഒരു ഫ്ലേവർ വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ തൊട്ടടുത്ത ഗ്രൂമിങ്ങിന് വരുന്ന ടൈമിൽ അത് കറക്റ്റ് കിട്ടുകയാണ്. ആഹാ. അത് കിട്ടുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മോളടുത്ത് പറയുകയും ചെയ്തു, മോളെ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട് ഞാൻ പറയുകയും ചെയ്തു. അത് മോള് നന്നായിട്ട് പാടുന്ന കൂട്ടത്തിലാണ് അല്ല, എല്ലാ പാട്ടുകളും. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു നിർവൃതി കിട്ടുന്നുണ്ട്. ആ അതെ അതെ അതാണ് യഥാർത്ഥ ഒരു ടീച്ചറിന്റെ അടയാളം. ആ സത്യം. Yes, അത് തീർച്ചയായും. അതുണ്ട്. സനുവേ, സനൂപേ, ഈ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിള്ളേരെ പഠിക്കാനും സാധിച്ചു. ശിവകാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗ്രൂമിങ്ങിന് വരുമ്പോ ഭയങ്കര പാവം പോലെ വന്നിരിക്കും, പക്ഷെ പാടണേക്കുമ്പോ നമ്മള് ചില പാട്ട് ആ അത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. അതെ. അപ്പൊ ഈ പാട്ട് പ്രത്യേകിച്ചും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അങ്ങനെയാണോ എല്ലാ പാട്ടുകളും? ശിവകാമി കുഞ്ഞ് അങ്ങനെയാണോ? അതെ, അതെ, അതെ. ആദ്യം പാടാൻ വരുമ്പോ അതെ അതെ എഫേർട്ട്ലെസ് ആയിട്ട് പാടും. അതെ അവള് പാടുന്ന ടൈമിൽ അങ്ങ് കൂളായിട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ഒരു പാട്ട് ഈസി ആയിട്ട് ഇത്ര പാടുന്നു. അത് ഈ പ്രായത്തില് അതാണ് അതെ അതെ ഭയങ്കര അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു പേര് കൊടുത്തത് ലിറ്റിൽ ജീനിയസ് എന്ന് പറഞ്ഞു. സത്യം. അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നേ സനൂപേ? അതെ തീർച്ചയായും. എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര അധികം സപ്പോർട്ട് കൊടുക്കുന്നത്, സപ്പോർട്ടല്ല, അവർക്ക് ആ ഹൃദയമെടുപ്പ്, സംഗീതത്തിന്റെ ഹൃദയമെടുപ്പ് കൊടുക്കുന്ന രണ്ട് ഗുരുക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ശ്യാമിനും സ്വാതിക്കും സിയാദിനും കൂടെ നമ്മുടെ വലിയ നമസ്കാരമുണ്ട് ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. ശിവകാമിക്കുട്ടി, ഞങ്ങളെ വീണ്ടും ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കലക്കി ഉഗ്രനായിട്ട് പാടി, വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പിന്നെ ഞാൻ ഇപ്പൊ MJ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു ജീനിയസ് ആണ്. വളരെ ഈസി ആയിട്ടാണ് പാടുന്നത്, വളരെ എന്താ പറയുക നിഷ്പ്രയാസം. ആ മാനറിസത്തിലും ഇല്ല ഒരു സ്ട്രെയിൻ, മുഖത്തും ഒരു സ്ട്രെയിൻ ഇല്ല, ബോഡി ലാംഗ്വേജിലൊന്നും ഒരു അത് കൂളായിട്ടാ ഇതുപോലെ തന്നെ ആടിക്കൊണ്ടാ പാടണേ. ശരിക്കും ഇപ്പൊ ആകെ എനിക്ക് മുത്തം തന്നിട്ടുണ്ടോ എന്ന് പാടിയില്ലേ, ആ വോയിസ് ഹസ്കിയാക്കി പാടിയില്ലേ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയായിരുന്നു? പിന്നെ താരമ്പനാണ്, താരമ്പൻ എന്ന് പഠിക്കഴിഞ്ഞാൽ അതങ്ങനെയല്ല കേട്ടോ, താരമ്പൻ. പിന്നെ മാല കെട്ടാൻ പൂക്കൾ വേണത്തിന്റെ സംഗതി അത് MJ പറഞ്ഞു അല്ലേ ചരണത്തില്, അതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ, അടിപൊളി, ഉഗ്രനായിട്ട് പാടി. ഞാനും പ്രത്യേകം എല്ലാ ഗ്രൂമേഴ്സിനെ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അപ്രീഷിയേറ്റ് ചെയ്യാണ്. സൂപ്പറായിട്ട് നിങ്ങളുടെ ആ പ്രയത്നം കുട്ടികളിൽ കാണുന്നുണ്ട്. ശിവകാമി കുട്ടി, ഞാൻ പെണ്ണെടുത്ത് ആകെ എഴുതിയ എന്താന്നറിയോ? എക്സലന്റ്. അത് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. വേറെ എനിക്ക് ശിവകാമി കുട്ടിയുടെ പാട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ കണ്ണെടുക്കാൻ തോന്നി. ശിവകാമിക്കുട്ടി പാടി കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ആര് പറഞ്ഞോണ്ടിരിക്കുക, എങ്ങനെയല്ലേ എന്താ ശരിക്കും അതാണ് റോ ആയിട്ടുള്ള ഇമോഷൻ അതാണ് വരുന്നത്. ശരിക്കും മിടുക്കി, പ്രിസൈസ്, അത്രയും പ്രിസിഷനോട് കൂടിയാണ് ശിവകാമി കുട്ടി അത് പാടുന്നത്. ഞാൻ ആരും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ പാടുന്നത് കേട്ടിട്ടില്ല കേട്ടോ. അത് എത്ര ഹസ്കി ആക്കി പാടിയാലും ലൗഡായി പാടിയാലും അതത് മാറുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്, അതുപോലെ നിൽക്കുക. പിന്നെ ചില വവൽസ് വരുമ്പം ചിലർക്ക് ചില ബുദ്ധിമുട്ട് കാണും. ആ ഈ എസ്പെഷ്യലി ആ ഒക്കെ പാടുമ്പോഴത്തേക്ക് ആ കൺട്രോൾ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് കാണാറുണ്ട്. ഇതൊന്നുമില്ല, അതുപോലെ പാടോ, എന്ത് ആ കൊടുത്താലും ഈ കൊടുത്താലും ഏ കൊടുത്താലും അതുപോലെ അങ്ങ് പാടിപ്പോവാണ് ശിവകാമി കുട്ടി. ശരിക്കും ജീനിയസ്, പ്രോപ്പർ ജീനിയസ്. ശിവകാമി കുഞ്ഞേ, ഇന്നേ ഒരു ഡിഫറൻസിന് മാർക്ക് ആര് പറയുമ്പോ ഒന്നും അറിയാമോ? വൈശാഖ് സാറും സരൂപ് സാറും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് എറിഞ്ഞു കൊടുക്കട്ടെ? കൊടുക്കാൻ പോണേ, റെഡിയാണോ? എറിയട്ടെ? റെഡി, 1 2 3. കിട്ടി, അതാ കിട്ടി, ഇപ്പൊ കിട്ടി. ഇല്ല, നമുക്കൊന്നും കാണാൻ പറ്റൂല, നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരു മാർക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഗസ് ചെയ്യുന്നുണ്ടോ മോള്? വേണേ ഗസ് ചെയ്തോ? പറഞ്ഞോ. അതെ, ശിവകാമി കുട്ടിക്ക് 100 out of 100. ഞാനും കുറച്ച് തിളങ്ങുന്ന സാധനം ആ സനൂപ് സാറിന് അയച്ചു കൊടുത്തേ. പിടിച്ചു, അതും കിട്ടി. 3 stars. അപ്പൊ 100 ഉണ്ട്, 3 stars ഉണ്ട്. പിന്നെ എന്ത് വേണം നമ്മുടെ ലിറ്റിൽ ജീനിയസിന്, അല്ലേ?
ഒരു മധുര മഴയും അതിന്റെ കൂടെ ഒരു കുറവുണ്ട് ആയാൽ കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മുടെ ശിവകാമി ജീനിയസിന് വരട്ടെ ഒരു മധുര മഴ. അല്ലിയാമ്പൽ പൂവേ, congrats ശിവാമിക്കുട്ടി. വിണ്ണിലുള്ള ചന്ദ്രൻ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആണ് ശിവകാമിക്കുട്ടി. ഞാൻ ഇപ്പൊ വന്ന സാധാരണ എല്ലാവർക്കും 100 കിട്ടുമ്പോൾ ഞാൻ പോയി കൺഗ്രാറ്റ്സ് ഒക്കെ പറയും. ശിവകാമിയോട് പറയാൻ ഞാൻ മറക്കും, കാരണം ഇതിന് എന്നും 100 ആയതുകൊണ്ട് ഞാൻ അതൊരു യൂഷ്വൽ കാര്യമായി എനിക്കിപ്പോ. അപ്പൊ നമുക്ക് 2 ഗിഫ്റ്റ് ഉണ്ട്.